അരനൂറ്റാണ്ടരങ്ങുവാണ ബഹുമുഖ പ്രതിഭയ്ക്ക് മലയാള സിനിമാ ലോകവും ഓരോ മലയാളികളും വിട ചൊല്ലുകയാണ്. മലയാള സിനിമയുടെ ചിരിയുടെ ചിന്തയുടെ പുതിയ ഭാഷ്യം ചമച്ച നടൻ, സംവിധാനം, തിരക്കഥാകൃത്ത്, അങ്ങനെ തൻ്റെ കയ്യിലുള്ള എല്ലാ കഴിവുകളെയും അതിൽ സ്വർണ്ണ തിലകം ചാർത്തിയ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, നടൻ, സംവിധായകൻ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയിലൂടെയും തിരക്കഥ എഴുതിയ സിനിമകളിലൂടെയും ഓരോ മലയാളിയുടെയും ജീവിതത്തെയും ദിനംതോറും അവർ നേരിടുന്ന പ്രയാസങ്ങളെയും തൻ്റെ തൂലികയിലൂടെ എഴുതി സ്ക്രീനുകളിലേക്ക് എത്തിച്ച അതുല്യ പ്രതിഭ. ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എറണാകുളം ടൗൺ ഹാളിലേക്ക് മലയാള സിനിമാ ലോകം ഒന്നടങ്കം ഒഴുകിയെത്തുകയാണ്. നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ ഇന്ന് രാവിലെയാണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ അന്തരിച്ചത്. 69 വയസ്സായിരുന്നു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ടാണ് ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സന്ദേശത്തിലൂടെയും തലയണ മന്ത്രത്തിലൂടെയും ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലൂടെയും സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലൂടെയും അഴകിയ രാവണൻ തുടങ്ങിയ മലയാളികളുടെ പ്രിയപ്പെട്ട നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി ദേശീയ സംസ്ഥാന തലത്തിൽ പുരസ്കാരങ്ങൾ നേടി. ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 1956 ഏപ്രിൽ 4 കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് പാട്ടിത്താണ് ശ്രീനിവാസന്റെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠനം പൂർത്തിയാക്കി. അവിടെ രജനീകാന്തിൻ്റെ സഹപാഠിയായിരുന്നു ശ്രീനിവാസൻ. 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസൻ മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം നേടുന്നത്. 79 പുറത്തിറങ്ങിയ സംഘഗാനത്തിലൂടെ ആദ്യ നായകനായി. 30 ചിത്രങ്ങൾക്ക് കഥയും 50ഓളം ചിത്രങ്ങൾക്ക് തിരക്കഥയും എഴുതി. 52 സിനിമകൾക്കാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനി സംഭാഷണം എഴുതിയത്. മോഹൻലാലിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയ ചിത്രങ്ങളെല്ലാം തന്നെയും മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഒരു കാലത്ത് മലയാള സിനിമയിൽ ഹിറ്റ് കൂട്ടുകെട്ടായിരുന്നു മോഹൻലാലും ഒപ്പം തന്നെ ശ്രീനിവാസനും. ദാസിനെയും വിജയനെയും മലയാളികൾക്ക് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി അവർ ഇന്നും കൂടെ കൂട്ടിയിരുന്നു. നാടോടിക്കാറ്റും പട്ടണപ്രവേശനവും അക്കരെ അക്കരെയും വരവേൽപ്പും മിഥുനും തുടങ്ങിയ ഉദയനാണ് താരം വരെയുള്ള സിനിമകൾ, ഒരുപടി സിനിമകളിൽ മോഹൻലാലും ഒപ്പം തന്നെ ശ്രീനിവാസനും ചേർന്ന് അഭിനയിച്ച സിനിമകൾ, ഓരോ കഥാപാത്രങ്ങളും മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിലനിൽക്കുന്നു. സത്യനന്ദിക്കാടും പ്രിയദർശനും ഒപ്പം തന്നെ ശ്രീനിവാസൻ കൂട്ടുകെട്ട് മലയാളികളുടെ നേർജീവിത ചിത്രം അണിയറയിലേക്ക്, തിരശ്ശീലയിലേക്ക് കൊണ്ടുവന്ന പ്രമേയങ്ങളുള്ള ചിത്രങ്ങളായിരുന്നു. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടരുതമ്മ വാളറിയാമെന്ന ആദ്യ തിരക്കഥ, അരം കിന്നരം, ബോയിങ്, മുത്താരംകുന്ന് PO, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, TP ബാലഗോപാൽ MA, നാടോടിക്കാറ്റ്, പൂന്തേട്ട, സുമിത്ര വിളിക്കുന്നു, പട്ടണപ്രവേശനം, വെള്ളാനകളുടെ നാട്, വരവേൽപ്പ്, അക്കരെ, തലയണ മന്ത്രം, സന്ദേശം, അഴകിയ രാവണൻ, അയാൾ കഥയെഴുതുകയാണ്, ചിന്താവിഷ്ടയായ ശ്യാമള, കിളിച്ചൂണ്ടൻ മാമ്പഴം, ഉദയനാണ് താരം, കഥ പറയുമ്പോൾ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾക്കാണ് ശ്രീനിവാസൻ തൂലിക ചലിപ്പിച്ചത്.